നമസ്കാരം. ഭൂമി മലയാളം. ഭൂമി മലയാളം ടോപ്പ് 5 ന്യൂസ്. ഓൺലൈൻ പ്രവർത്തനങ്ങൾക്ക് വൻ താക്കീതുമായി അബുദാബി ജുഡീഷ്യൽ വകുപ്പ്. ഓൺലൈനിൽ രാജ്യത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്യരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് അബുദാബി ജുഡീഷ്യൽ വകുപ്പ്. അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്നും കനത്ത പിഴ ഒടുക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിൻ്റെയോ അധികാരികളുടെയോ സ്ഥാപനങ്ങളുടെയോ പ്രശസ്തി, അന്തസ്സ് അല്ലെങ്കിൽ പദവിയെ പരിഹസിക്കുകയോ ദോഷം വരുത്തുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ജുഡീഷ്യൽ വകുപ്പ് ചൂണ്ടിക്കാട്ടിയത്. വെബ്സൈറ്റുകളിലോ വിവരശൃംഖലയിലോ സാങ്കേതിക മാർഗങ്ങളിലോ വിവരങ്ങൾ, വാർത്തകൾ, ഡാറ്റ, ദൃശ്യചിത്രങ്ങൾ, ദൃശ്യസാമഗ്രികൾ, അഭ്യൂഹങ്ങൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുന്നവർക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം ദിർഹത്തിൽ കൂടാത്ത പിഴയും ലഭിക്കുമെന്ന് ജുഡീഷ്യൽ വകുപ്പ് അറിയിച്ചു. 2021 ഫെഡറൽ ലോ നമ്പർ 34 ആർട്ടിക്കിൾ 25 പ്രകാരമാണ് നടപടി സ്വീകരിക്കുന്നത്. അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഏപ്രിൽ 12 അബുദാബി പോലീസ് മുന്നറിയിപ്പ് പുറത്തിറക്കിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് അവ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കണം. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും വേണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. വിഴിഞ്ഞത്തെ ചടങ്ങ് ചിലരുടെ ഉറക്കം കെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ഇത് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ച്. വിഴിഞ്ഞത്തെ ചടങ്ങ് ചിലരുടെ ഉറക്കം കെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ഇത് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ച്. രാഹുലിൻ്റെ ഉറക്കമല്ല പാകിസ്ഥാൻ്റേതാണ് നോക്കേണ്ടതെന്ന് KC വേണുഗോപാൽ പ്രധാനമന്ത്രിയോട്. അങ്ങനെ നമ്മൾ ഇതും നേടി. വിഴിഞ്ഞത്തെ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമാനത്തോടെ പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ റെഡ് അലേർട്ട്.